അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പഴയകാല ഹജ്ജ് യാത്രകളുടെയും പെരുന്നാളിൻ്റെയൊക്കെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നത് പല കാവ്യങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അത്തരത്തിലുള്ള ചില പാട്ടുകൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. നമ്മൾ കേട്ട് മറന്ന പല ഗാനങ്ങളും അതിൻ്റെയൊക്കെ ഒരു അകക്കാമ്പ് ചർച്ച ചെയ്യുന്ന രീതിയിലാണ് നമ്മളിന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മാപ്പിളമാരുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതൊരു പാട്ട് രൂപേണ ആക്കുന്ന ഒരു രീതി മാപ്പിളമാർക്കുണ്ട്. അവരുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളായാലും എല്ലാ കാര്യങ്ങളും, യാത്രകളായാലും ദുരിതങ്ങളായാലും ഏത് കാര്യങ്ങളും അതൊരു പാട്ട് രൂപേണ ആക്കാന്നുള്ളത് മാപ്പിളമാരുടെ ഒരു രീതിയാണ്. അപ്പോൾ മാപ്പിളപ്പാട്ട് എന്നുള്ള നിലക്കാണ് പണ്ട് മുതലേ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ അറിയപ്പെട്ട് പോരുന്നത്. അതന്നെ, പ്രതീക്ഷയുടെ അതേപോലെ തന്നെ വേർപാടിൻ്റെയും ഒക്കെ യാത്രയായിട്ടായിരുന്നു ഈ ഹജ്ജ് കാലത്തുള്ള ആ ഒരു യാത്രകളെ സ്മരിക്കപ്പെടാറുള്ളത് എന്ന് നമുക്ക് ആ പാട്ടുകൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ രൂപപ്പെട്ടു വന്ന സഫീന പാട്ടുകൾ അതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഇതിനുള്ള എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അന്ന് എന്ന് വെച്ചാൽ കപ്പൽ യാത്രകളിലൂടെയുള്ള യാത്രകളാണ് നമുക്ക് കാണാൻ സാധിക്കും. സഫീന പാട്ടുകൾ എന്ന് പറഞ്ഞല്ലേ, സഫീന എന്നുള്ളതാണ് ചിലപ്പോൾ സബീന നായകളിൽ സബീന പാട്ടുകൾ എന്നുള്ള രീതിയിൽ പിന്നീട് പ്രചരിച്ചത് സഫീന എന്നുള്ള പാട്ടുകൾ. എനിക്ക് തോന്നുന്നു കണ്ടെടുക്കപ്പെട്ടതിൽ ആദ്യത്തെ ഒരു ഹജ്ജ് കാവ്യം എന്ന് പറയുന്നത് പി.ടി. ബീരാൻകുട്ടി മൗലവിയുടെ. യഥാർത്ഥത്തിൽ പി.ടി. ബീരാൻകുട്ടി മൗലവിയുടെ തന്നെയായിരുന്നു ഫസ്റ്റത്തെ ഹജ്ജ് കാവ്യം എന്ന് പറയുന്നത്. അത് ഉണ്ടായി. അത് ഹജ്ജ് കാവ്യം എഴുതാനുള്ള കാരണം നമ്മൾ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് പുലിക്കുട്ടിലെ ഹൈദർ ഈ ഹജ്ജിൻ്റെ വിവരങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ അന്വേഷണങ്ങളും അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളും ഒക്കെ പറ്റിയിട്ട് ഈ പി.ടി. ബീരാൻകുട്ടി മൗലവിയുടെ അടുത്തേക്ക് അന്വേഷിക്കുന്ന സമയത്ത്, അത് ചോദിക്കുന്ന സമയത്ത് അതിന് മറുപടിയായിട്ട് എഴുതിയ ഒരു കാവ്യമായിട്ടാണ് ഹജ്ജ് കാവ്യമായിട്ട് അറിയപ്പെടുന്നത്. ശരിക്കും ഹജ്ജ് കാവ്യം നമുക്കിങ്ങനെ പി.ടിയുടെ ഹജ്ജ് കാവ്യം നമുക്കിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് അത്ഭുതം. കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പി.ടിക്ക് ആ ഒരു ഹജ്ജ് അവസരം കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ആ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു പി.ടിയുടെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അവിടെ പോകുന്ന കഥകൾ, അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ഹജ്ജ് ഉദ്ദേശിച്ച് പോകുന്നതല്ല, നാട്ടിലേതോ പ്രമാണി ചെറിയ എന്തോ ഹാജിയാരും സംഘത്തെ ആക്കാൻ വേണ്ടി ബോംബെക്ക് പോയതാണ്. ബോംബെക്ക് പോയി. അങ്ങനെ ആ ബോംബെയിൽ നിന്ന് അദ്ദേഹം ഈ ഒരു ഹാജിയുടെ ഗാങ്ങിൽപ്പെട്ട ഒരാളുടെ ബന്ധു മരിച്ച അടിസ്ഥാനത്തിൽ ഹാജി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് അതിന് പകരമായിട്ടായിരുന്നു ഈ ഒരു പി.ടി ഹജ്ജിന് പോകുന്നത് എന്ന് പറയുന്നത്. ഞാൻ മുപ്പരത് ഇങ്ങനെ വായിച്ചപ്പോഴേ അതിൽ കണ്ടു, അന്നും ബോംബെയിൽ വെച്ച് മുപ്പര് ഹജ്ജിന് ബാക്കി പൈസ സ്വരൂപിച്ചത് ബദൽ മുനീർ ഹുസ്നുൽ ജമാൽ അവിടുത്തെ ബോംബെത്തെ മലയാളികളെ കൂട്ടി അവർക്കത് പാടി പറഞ്ഞിട്ടാണ് അതിനുള്ള പാട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അത്രത്തോളം അവർ മാപ്പിളപ്പാട്ടിനൊക്കെ നെഞ്ചിലേറ്റിയ ആളുകളാണ്. ഇനിയിപ്പോൾ ലോകത്ത് എവിടെ പോയാലും അവർ അത്രത്തോളം മാപ്പിളപ്പാട്ടിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബദൽ മുനീർ ഹുസ്നുൽ ജമാൽ മാത്രം പാടി പി.ടി ഹജ്ജിനുള്ള കാശ് സ്വരൂപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അത്ഭുതമാണ്. അതന്നെ, മാപ്പിളപ്പാട്ടിന് വളരെ വ്യക്തമായിട്ടുള്ള സ്വാധീനം ഈ ഒരു മലബാർ ഏരിയയിൽ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വസിയത്ത് കൊടുക്കുന്നത് പോലും പാട്ട് രീതികളിലാണ് എന്ന് നമുക്ക് സാധിക്കും. കെ.ജി. സത്താർ എന്താ പറയുക എഴുതിയിട്ടുള്ള മക്കത്ത് പോണവരെ എന്ന് പറഞ്ഞാൽ മക്കത്ത് പോണവര് മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ട് പോകണേ, മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ട് പോകണേ, മക്കം കാണുവാൻ കബം ചുറ്റുവാൻ കില്ല പിടിച്ചങ്ങ് കേഴുവാൻ, മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ട് പോകണേ. വളരെ വ്യക്തമായിട്ടുള്ള നല്ല ആസ്വദിച്ച് പാടാവുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാട്ട് പാടുമ്പോൾ തന്നെ അവരുടെ വസിയത്ത് മക്കയിലെത്തിയൊരു പോലെയാണ്. മക്കയിലെത്തി അവരുടെ അത്രത്തോളം അവരുടെ വേവലാതി അവിടെ എത്തിയിട്ടുള്ള അങ്ങനെ ഒരു പ്രകടനമാണ് പാട്ട്. വല്ലാത്തൊരു ഗാനമാണ് ആ ഗാനം. ഭയങ്കര സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ പാട്ട്. എനിക്ക് തോന്നുന്നത് മലബാറിയൻസിന്റെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്തിയുടെ ഒരു സൂചനയായിട്ട് തന്നെയാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കും. അത് തുടങ്ങി ഒരുപാട് ഗാനങ്ങൾ നമുക്ക് ഈ ഹജ്ജിനോട് കൂട്ടി വായിക്കുമ്പോൾ പറയണ്ടല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. ഞാൻ അങ്ങനെ തിരുവരങ്ങാടിക്കാരൻ എ.വി. മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു ഗാനമുണ്ട്. അദ്ദേഹം ഒരു പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വരികൾ
കൃത്യമായുള്ള പാട്ടേ അദ്ദേഹം പാടുള്ളൂ. അദ്ദേഹത്തിൻ്റെ 1990കളിലുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊക്കെ മാപ്പിളപ്പാട്ട് കുറേയൊക്കെ പലതരത്തിലുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങക്ക് അറിയാറില്ല, ഈ നാത്തൂന്മാരെ പൊന്നു നാത്തൂന്മാരെ പറഞ്ഞിട്ടൊരു ഗാനമുണ്ട്. അപ്പോൾ അത് അന്നിറങ്ങിയ ഒരു സാഹചര്യത്തിലാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ അഭിമുഖം നടക്കുന്നത്. അപ്പോൾ ആ പാട്ടിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് എ മുഹമ്മദ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാനൊരു പാട്ട് പാടാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നോക്കി അതിൻ്റെ വരികൾ ഉറപ്പെടുത്തിയിട്ട് ശരിപ്പെടുത്തിയിട്ട് പാടുള്ളൂ എന്ന് എ മുഹമ്മദ് പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന ആ ഒരു രംഗത്തെ വിശദീകരിച്ചിട്ടുള്ള പാട്ടുണ്ടല്ലോ, അല്ല, ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ആ പാട്ടിനൊക്കെ വരികൾ നോക്കുകള്, ചരിത്രം അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ തന്നെ എടുത്തു വെക്കുന്നത്. കനകക്കട്ടിയാണ് ഇസ്മായിൽ നബി. അത്രത്തോളം പ്രായം കാത്തു നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുക്കുന്ന ഒരു കനകക്കട്ടിയായി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഗായിക വിശേഷിപ്പിക്കുകയാണ്. എഴുത്തുകാരൻ എനിക്ക് തോന്നുന്നു KT മൊയ്തീനാന്ന് തോന്നുന്നു എഴുതിയത്. അപ്പം അത് അന്ന് തിരുരങ്ങാടി എന്ന് മാത്രമല്ല പലർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമായി ഇലാഹായ പുരാനോട് മാറുകയാണ്. അയാളൊരു എ വി മുഹമ്മദിന്റെ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ പാട്ടുകളിൽ ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനം ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഫസ്റ്റ് പറയുന്നത് ഇലാഹായ പുരാനോട് എന്നാണ്. അപ്പോൾ അത്രത്തോളം അന്ന് ആളുകൾ ഏറ്റെടുത്ത ഒരു ഗാനമാണ് ഇലാഹായ പുരാനോട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലിയറക്കാൻ കൊണ്ടുപോകുന്ന നിമിഷം വളരെ സങ്കടങ്ങൾ, അതേപോലെ തന്നെ ദുഃഖങ്ങൾ നിറഞ്ഞ ഒരു രംഗമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. കണ്ണീർ പൊഴിക്കാതെ വായിച്ചു തീർക്കാൻ പറ്റാത്തൊരു ചരിത്രമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഈ അവിടെ ഇറങ്ങിയ ഒരു പാട്ടുണ്ടായിരുന്നില്ല, ഉടനെ കഴുത്തിന്റെ വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ഉടനെ കഴുത്തിന്റെ ദറുക്കൂബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. അതിൽ വേറെ വരിയാണ് എനിക്ക്, ഞാൻ ഈ ഗാനം പോയും പാടുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കുന്നൊരു വരി ഇതാണ്, മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. എന്നിട്ട് ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, തക്ബീർ മുഴക്കി കൊണ്ടറുക്കൂ ബാപ്പാ തൗഫീഖുടയോനോടടുക്കൂ ബാപ്പാ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബിനോട് അറക്കൂ ബാപ്പാ, അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ എന്നുള്ളൊരു ആ രീതി, അതെങ്ങനെയാണോ പറയുന്നത് അതതുപോലെ പാട്ടാക്കി എഴുതുന്ന ആ ഒരു രീതി, അതൊക്കെ മാപ്പിളപ്പാട്ടിന് മാത്രം കഴിയുന്ന ഒരു പ്രത്യേക ഒരു കഴിവായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു നല്ല രീതിയിൽ സംഭാഷണം പോലെ അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെ. അതുപോലെ രസകരമായിട്ടുള്ള മറ്റു ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ നമുക്കിങ്ങനെ പോയി ഇങ്ങനെ ഇത് ഹജ്ജിന്റെ സീസൺ ആയാലും പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കാണണ്ടല്ലോ, ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്കു മോഹം ഹൗലുൽ കൗസർ കുടിക്കാനും എനിക്കു ദാഹം. അതിങ്ങനെ ഹജ്ജിനിങ്ങനെ കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളവിടെ എത്തിക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പറയണ്ട്, മുത്ത് റസൂൽ തങ്ക തേരിൽ വരുന്നത് കണ്ട് ഊറുന്നിസാനിങ്ങൾ ആടി കളിക്കണ കണ്ട്. ഇതൊന്നും എഴുതുന്നാളോ പാടുന്നവരോ കണ്ടില്ല, പക്ഷെ അതൊരു സങ്കല്പത്തിൽ അവരെ എഴുതി പോകുന്ന ആ ഒരു വരികളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഏതൊരു ജനറേഷനും അതിങ്ങനെ ഏറ്റെടുത്ത് പാടിക്കൊണ്ടേയിരിക്കണം. ഫസീല വെള്ളിയിലാണെന്ന് തോന്നുന്നു ആ പാട്ട് എഴുതുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസകരമായിട്ടുള്ളൊരു ഗാനമാണ്. മറ്റതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഗാനമാണ് എടപ്പാൾ ബാപ്പുവിനെ അറിയല്ലോ. എടപ്പാൾ ബാപ്പുവിനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയൊരു ഗായകൻ നബ്സി അദ്ദേഹം വീണ്ടും പുതിയ ജനറേഷൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ എത്തിക്കുന്നുണ്ട് ഒരു ബെല്ലിയോൾ എന്നുള്ളൊരു പാട്ടിലൂടെ. അതൊരു പ്രവാസ ജീവിതത്തിനെ കുറിച്ചുള്ള പാട്ടാണ്. അപ്പോൾ എടപ്പാൾ ബാപ്പ പണ്ട് പാടി ഹിറ്റാക്കിയിട്ടുള്ളൊരു പാട്ടുണ്ട്, സഫ മറുവ മലകൾ കൊണ്ട് മതിൽ കെട്ടി ഉടയോൻ അതിനിടയിൽ ഖലീലുള്ളാഹി പണിതൊരുക്കി കഅബ സുബർഗത്തിന്റെ പദവിയുറ്റ സ്ഥലത്ത് വന്ന് ഹറമ് കാണാനുടയവനെ വിധി എനിക്കു തരണേ
വിധിയെനിക്കു തരണേ. ആ ഗാനത്തിൽ ഇങ്ങനെ അതെങ്ങനെ പാടി പാടി അബാബിയിൽ വരുന്നത്, കഅബ തകർക്കാൻ വരുന്നത്, എല്ലാ കാര്യങ്ങളും അതൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് മാപ്പിളപ്പാട്ട് എന്നുള്ളത് വെറും ഒരു പാട്ട് എന്നുള്ളൊരു ചരിത്ര സ്രോതസ്സുകൾ കൂടിയാണ്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്ര സ്രോതസ്സുകളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് പറയുമ്പോഴാണ് ഹജറ ബീവിനെ നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത്. ഹജറ ബീവിയിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. അമ്പിളിച്ചേലുള്ള ഇമ്പർമണമുള്ള അമ്പർ കരുതിയ പൂമുത്ത് ഹജറ ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ ദൂനാരി ഹജറ. ഹജറ ബിയെ കുറിച്ചും അങ്ങനെ പറയുന്നത് ഓരോ കഥ സംസമിന്റെ ചരിത്രത്തിലുണ്ട്. ഹാജറ സഫ മർവ കഥയിലും ബീവി ഹാജറ എന്ന് തുടങ്ങി പല രീതിയിൽ ഹജറ ബീവി ഇങ്ങനെ വിശ്വസിക്കുന്ന ഗാനങ്ങൾ. അത് ഈയിടെ അടുത്ത കാലത്ത് ഇറങ്ങിയാൽ തോന്നുന്ന ഗാനല്ലേ. ഹജ്ജിന്റെ ചരിത്രത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഹജ്ജ് പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഹജറ ബിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവരെ കുറിച്ചൊക്കെ ഇനിയും ഒരുപാട് പഴയ ഗാനങ്ങൾ ഒരുപാടുണ്ട്. യൂട്യൂബിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പഴയ ഗാനങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്കൊന്നുകൂടി ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു പഠനത്തിന് വിധേയമാക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ഈ അച്ചുപാട്ടിന്റെ വിഷയത്തിലൊന്ന് രസകരമായി തോന്നിയതാണ് ജാബിർ സുലൈം ഉണ്ടല്ലോ. ജാബിർ സുലൈമിന്റെ കാരണം ഉണ്ടല്ലോ. അപ്പോൾ ഹജ്ജ് ചെയ്താൽ ഒന്നും കിട്ടൂല അള്ളാനെ കിട്ടും അഹദവന്റെ ആധിക്യത്തിൽ ആറാണ്. അതൊരു സൂഫി മോഡലാണ് അദ്ദേഹത്തിന്റെ വരികളൊക്കെ പോകുന്നത്. പല നമ്മുടെ നാട്ടിലുള്ള പല ഗാനം ഒന്ന് ആലോചിച്ചു. വമ്പ് നടിച്ച് വിമാനം കേറി ടച്ചിന് പോകണ്ട ലബ്ബൈക്കെന്ന ബൈക്കും കേറി ടച്ചിന് പോയിക്കോളി നല്ലജ്ജിന് പോയിക്കോളി. ഹജ്ജെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിവാണ്. ഹജ്ജെന്നത് പത്രാസല്ല പാപ്പരാണെന്നറിവാണ്. ഹാജി എന്നാൽ കേമനല്ല ഫക്കീറേ എന്ന വിളിയാണ്. ഫക്കീറേ എന്ന വിളിയാണ്. എനിക്ക് ഞാൻ പലപ്പോഴും കേൾക്കുമ്പോൾ അങ്ങനെ രസകരമായി ചിന്തിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഹജ്ജ് ചെയ്ത് വന്നൊരു ഹാജി ആരാണ്? നാട്ടിൽ വലിയൊരു പ്രമാണിയാണ്. ഇപ്പോൾ ഹാജിയേരി വരുന്നുണ്ട്, ഹാജിയാരാണ്. അപ്പോൾ പലരും എനിക്ക് തോന്നുന്നു ചെറുതല്ലാത്തൊരു ഹാജിമാരെങ്കിലും അവരെ ഹാജിയാരാണ് വരുന്നതെന്നുള്ള രീതിയിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിക്കാണ്ട് ജാബിർ സുലൈം എഴുതി വെക്കുന്നത് ഹജ്ജ് ഒരിക്കലും എന്തല്ല പത്രാസല്ല, അതൊരു പത്രാസായി കൊണ്ടു നടക്കണ്ട, അതൊരു ഫക്കീറെ എന്നുള്ളൊരു വിളിയാണ് ഹജ്ജ് എന്നുള്ളത്. ഇപ്പം നിലനിന്നിട്ടുള്ള ഈ ഒരു സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ തന്നെ മാറ്റി തിരുത്താണ് ജാബിർ സുലൈം ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാം. എല്ലാം കഴിഞ്ഞ് അവസാനം അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുന്ന ഒരു ഫക്കീറായിട്ടാണ് ജാബിർ സുലൈം ആ ഒരു ഹജ്ജ് വിശേഷിക്കുന്നത്. അതുപോലെ അതിൽ ഓരോ വരികൾ പാട്ട് തുടങ്ങുന്നതിനെങ്ങനെ വമ്പ് നടിച്ച് വിമാനം കയറി. വമ്പ് നടിച്ചൊന്നും പോകണ്ട, ലബ്ബൈക്കെന്ന് ബൈക്കുമ്പോൾ കയറി പോയിക്കോളൂ. അപ്പോൾ അവരെ നെയ്യത്ത് നന്നാക്കി പോയിക്കോളൂ എന്നുള്ള ആ ഒരു രീതി ആദ്യം തന്നെ ജാബിർ സുലൈം അവിടെ എഴുതി വെക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അത്തരത്തിലൊരു എന്താ പറയുക ഒരു സൂഫി ടച്ച് മോഡലാണ് ജാബിർ സുലൈം ആ പാട്ടിനെ നരേറ്റ് ചെയ്യുന്നത്. അത് നല്ലൊരു രസകരമായ പാട്ട് മാത്രമല്ല, എല്ലാ പ്രാവശ്യവും ഹജ്ജിന് നല്ല രീതിയിൽ വരലാവുന്നൊരു പാട്ട് കൂടിയാണ് ഈ വമ്പ് നടിച്ച് വിമാനം കയറി ഹജ്ജിന് പോകേണ്ടുള്ള ഗാനം. പിന്നെയും ഒരുപാട് പഴയ പാട്ടുകൾ നമുക്ക് ഇതിലേക്ക് ചർച്ചയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക എന്നുള്ളതാണ്. കാരണം ഓരോ പഴയ പാട്ടിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ പഴക്കം കൂടുന്ന പറയുമ്പോൾ വീര്യം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ പല പാട്ടുകളും അത് വെറും ഒരു ചർച്ചയാവുന്നതിലുപരി അക്കാഡമിക്കായി ഓരോ രീതിയിലും ഇത്തരത്തിലുള്ള പാട്ടുകൾ വെറും പാട്ടുകൾക്കപ്പുറം ചരിത്രത്തിന്റെ ഒരു സ്രോതസ്സായി എടുത്തുകൊണ്ട് ഇപ്പം നമുക്കറിയാം. ഞാനിപ്പോൾ ഈ ഹജ്ജിൻ്റെ ഒരു സർക്കിട്ട് പാട്ട് പറയുന്ന പോലെ കത്തുപാട്ടുകളൊക്കെ ഉണ്ടല്ലോ. കത്തുപാട്ടുകളെ കുറിച്ച് ആർട്ടിക്കിളുകൾ വരെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്രത്തോളം ഈ വിഷയം അക്കാഡമിക് മേഖലയിൽ പഠിക്കപ്പെടുന്നുള്ളതാണ്. ഈ പാട്ടുണ്ടല്ലോ ഈ കിളിയെ ദിക്റുപാടി കിളിയെ എന്നുള്ള, അപ്പോൾ ആ രീതിയിൽ ഈ മേഖലയൊരു പാട്ടുണ്ട്. നമ്മളെ സാധാരണ കോൽക്കളിക്കൊക്കെ ഉപയോഗിക്കുന്നൊരു പാട്ടാണ്. അറഫ മലക്ക് സലാം ചൊല്ലി പാടി വരും പൂങ്കാറ്റ്. കാറ്റിനോട് ചോദിക്കുന്ന, അത് ദിക്റുപാടി കിളിയെ ഒരു കിളിയോട് ചോദിക്കുന്നതാണ്. അവിടെ നീ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ പൂങ്കാറ്റിനോട് ചോദിക്കുകയാണ്. അറഫ മലക്ക് സലാം ചൊല്ലി പാടി വരും പൂങ്കാറ്റ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ വിളിയാളം നീ കേൾപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മളതൊരു തുടക്കം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷേ അത് നമുക്ക് ഇനിയും ഒരുപാട് പാട്ടുകളെ ആയത്തിലിറങ്ങി പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.